മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന മൊഡ്യൂളാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് കവർ ചെയ്യാൻ പോകുന്നത് +2 ലെവൽ ടോപ്പിക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. വേറെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. കാരണം +2ൻ്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. പക്ക +2 ലെവലാണ്. അപ്പം ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് പറയാനായിട്ട് +2 ലെവലാണെങ്കിൽ പോലും. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. അതിനുശേഷം അതിൻ്റെ ഹെഡിങ് വൈസ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് 3 പാർട്ടായിട്ട് നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. നമ്മളുടെ +1 ഇതേ കണക്കൊരു ചാപ്റ്റർ ഉണ്ട് നമുക്ക്, ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. അതേ ചാപ്റ്റർ തന്നെ എടുത്ത് വിട്ടേക്കാണ്, മാറ്റമൊന്നുമില്ല. കാരണം അതേ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സിലബസ്. അതിനകത്ത് ജനറൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ടെട്രാവാലൻസ് ഓഫ് കാർബൺ, ഷേപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, സ്ട്രക്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, classification of organic compounds, nomenclature of organic compounds, isomerism, methods of purification of organic compounds, quality analysis of organic compounds, quantitative analysis. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യമായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയാം. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളുടെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. ഈ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പീരിയോഡിക് ടേബിളിൽ ഒരുപാട് കോമ്പൗണ്ടുകളുണ്ട്. പക്ഷേ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ അത്രയും വെറൈറ്റി ഓഫ് കോമ്പൗണ്ടുകളെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ്. ഓക്കെ, സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ everything that is alive or was once alive contain carbon compounds. ഒരിക്കൽ ജീവിച്ചിരുന്നതും അല്ലെങ്കിൽ ജീവിച്ച് ഇപ്പോൾ ഇരിക്കുന്നതും എല്ലാവരുടെ കയ്യിലും കാർബൺ കോമ്പൗണ്ടുകളുണ്ട്. when you eat food, wear clothes, use medicine, smell perfumes, all of this involve organic compounds. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന മിക്ക കാര്യങ്ങളിലും എന്തുണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്സുകളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബ്രാഞ്ച് തന്നെ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് കാണുന്ന എല്ലാ കോമ്പൗണ്ടുകളിലും നമ്മളുടെ കാർബൺ കോമ്പൗണ്ടുകളുണ്ട്. അപ്പോൾ കാർബൺ കോമ്പൗണ്ടുകൾ അത്രയും വാസ്റ്റ് വരാനായിട്ട്, അത്രയും ഒരുപാട് മില്യൺസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ വരാനായിട്ട് റീസൺസും ഉണ്ട്. നോക്കാം നമുക്ക്. അപ്പം ഇതൊരു ചെറിയൊരു ബ്രാഞ്ചാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾസ് ഓഫ് സം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ ഡെയിലി ലൈഫ്. അതിലൊന്ന് നമ്മളുടെ ഷുഗറാണ്. നമ്മുടെ ഫുഡിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഷുഗർ. ഗ്ലൂക്കോസാണ് നമ്മുടെ ബോഡിയുടെ എനർജി എന്ന് പറയുന്നത്. ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് എടുക്കാറുണ്ട് നമ്മൾ. എത്തനോൾ അല്ലെ, നമ്മൾ ആൽക്കഹോൾ കുടിക്കുമ്പോൾ കിട്ടുന്ന സാധനം എത്തനോൾ. വിനിഗറിൽ നിന്ന് കിട്ടുന്ന അസറ്റിക് ആസിഡ്, അച്ചാറും സാധനങ്ങളൊക്കെ കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ്, യൂറിയ നമുക്ക് കിട്ടുന്നുണ്ട്. പെട്രോൾ, ഡീസൽ ഫ്യൂവൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ്. പ്ലാസ്റ്റിക്, റബ്ബർ, നൈലോൺസ് ഇതെല്ലാം നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതും ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. ദെൻ പെൻസിലിൻ, ആസ്പിരിൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. ദെൻ DNA, പ്രോട്ടീൻസ്, നമ്മുടെ ലൈഫ് മോളിക്യൂൾസ്, അതും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. സോ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതും നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമുക്ക് വേണ്ടി വരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് മിക്കതും. അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു ബ്രാഞ്ച് തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി വരുന്നത്. നോക്കാം. ഹിസ്റ്ററി, ഓൾഡ് ബിലീഫ്, വൈറ്റൽ ഫോഴ്സ് തിയറി. നമുക്കൊന്ന് ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിലോട്ടും ആദ്യമായിട്ട് സിന്തസൈസ് ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ടുകളെ പറ്റിയും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ആദ്യമായിട്ട് സിന്തസൈസ് ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണ്, ആരാണ് സിന്തസൈസ് ചെയ്തത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഹിസ്റ്ററി, ഓൾഡ് ബിലീഫ്, വൈറ്റൽ ഫോഴ്സ് തിയറി. Earlier scientists believed that organic compound could only made by ലിവിങ് ഓർഗാനിസംസ്. ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത്, പണ്ടുള്ള ആൾക്കാർ വിചാരിച്ചിരുന്നത്, ഈ ഓർഗാനിക് കെമിസ്ട്രി ഒരു ബ്രാഞ്ച് വരുന്നതിന് മുമ്പേ അവരാദ്യം വിചാരിച്ചിരുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ ഉണ്ടാക്കാൻ ആർക്കേ പറ്റൂ, ഒരു ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഒരു വസ്തുവിന് മാത്രമേ ഓർഗാനിക് കോമ്പൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ദേ തോട്ട് ദാറ്റ് എ സ്പെഷ്യൽ വൈറ്റൽ ഫോഴ്സ്, ലൈഫ് ഫോഴ്സ് പ്രസൻറ്റ് ഇൻ ലിവിങ് തിങ്സ്
വാസ് നീഡഡ്. അതായത് അവർ വിചാരിച്ചിരുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയിൽ ഒരു പ്രത്യേക ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന ഒരു വൈറ്റൽ ഫോഴ്സ് എന്നാണ്, ലൈഫ് ഫോഴ്സ് എന്നും അവർ വിളിച്ചിട്ടുണ്ട്. അതാണ് എന്താ ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നത്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ്, മിനറൽ സാൾട്ട് കുഡ് ബി മെയ്ഡ് ഇൻ ദ ലാബ് ബട്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡു നോട്ട്. നമുക്ക് ഇനോർഗാനിക് കോമ്പൗണ്ട്സിന്, അതായത് കാർബണിൻ്റെ കോമ്പൗണ്ടുകൾ അല്ലാത്തവരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കാർബണിൻ്റെ കോമ്പൗണ്ടുകളെ നമുക്ക് ലബോറട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ആ ലിവിങ് ഓർഗാനിസത്തിൽ ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്, ലൈഫ് ഫോഴ്സ് ഉണ്ട്. അത് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കാര്യമാണ് പണ്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. എന്നാൽ വോളേഴ്സ് എക്സ്പെരിമെൻറ്റ് 1828 ഈ വൈറ്റൽ ഫോഴ്സ് തിയറിയെ ഡിസ്ട്രോയ് ചെയ്തു. 1828 നമ്മുടെ വോളേഴ്സ് എക്സ്പെരിമെൻറ്റ് ഇത് ബ്രേക്ക് ചെയ്തു. കാരണം ഓർഗാനിക് കോമ്പൗണ്ടിനെ ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തു. ഫെഡറിച്ച് വോളർ ഹീറ്റഡ് അമോണിയം സയനൈറ്റ് ആൻഡ് ഇനോർഗാനിക് കോമ്പൗണ്ട്. അമോണിയം സയനൈറ്റ് NH4CNO ആണ്. അമോണിയം സയനൈറ്റ് NH4CNO, അമോണിയം സയനൈറ്റ് ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഗോട്ട് യൂറിയ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്തു. യൂസ്ഡ് ഇൻ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഫൗണ്ട് ഇൻ യൂറിനിലും ഫെർട്ടിലൈസേഴ്സിലും കാണപ്പെടുന്ന യൂറിയ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ വോളർ 1828 ലബോറട്ടറിയിൽ അമോണിയം സയനൈറ്റ് NH4CNOയിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു. NH4CNO അമോണിയം സയനൈറ്റ് ആണ്. NH2CO NH2 നമുക്ക് കിട്ടുന്നു. ദിസ് പ്രൊവൈഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ക്യാൻ ബി മെയ്ഡ് ഇൻ ലബോറട്ടറി വിത്തൗട്ട് എനി ലിവിങ് ഓർഗാനിസംസ്. അത് നിന്ന് മനസ്സിലായത് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടുകളെ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ആവശ്യമില്ല. ദിസ് വാസ് ദ റെവല്യൂഷൻ ഇൻ കെമിസ്ട്രി. ഇതാണ് ആദ്യമായിട്ട് ഈ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഒരു റീസൺ എന്ന് പറയുന്നത്. മോഡേൺ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്? ഓർഗാനിക് കെമിസ്ട്രി ഈസ് ഈക്വൽ ടു കെമിസ്ട്രി ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. കാർബൺ കോമ്പൗണ്ട്സിൻ്റെ കെമിസ്ട്രിയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. പക്ഷേ കാർബൺ കോമ്പൗണ്ട്സിൽ നമ്മൾ കുറച്ച് ആൾക്കാർ ഒഴിവാക്കണം. ഒന്ന്, കാർബൺ മോണോക്സൈഡ്, അത് ഓർഗാനിക് കോമ്പൗണ്ടുകളല്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഓർഗാനിക് കോമ്പൗണ്ടുകളല്ല. കാർബണേറ്റുകൾ ഓർഗാനിക് കോമ്പൗണ്ടുകളല്ല. ഓക്കെ. ബൈകാർബണേറ്റുകൾ, കാർബൈഡ്സ്, ദീസ് ആർ സ്റ്റഡീഡ് അണ്ടർ ഇനോർഗാനിക് കെമിസ്ട്രി. അപ്പോൾ കാർബൺ കോമ്പൗണ്ടുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. പക്ഷേ ചില കാർബൺ കോമ്പൗണ്ടുകളെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അവരെ നമ്മൾ ഓർഗാനിക്കിൽ സ്റ്റഡി ചെയ്യാറില്ല. അവരെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഇനോർഗാനിക് കോമ്പൗണ്ട്സിലാണ്. സോ മോഡേൺ ഡെഫിനിഷൻ അനുസരിച്ച് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതേ കണക്ക് തന്നെ കാർബണേറ്റ്സ്, ബൈകാർബണേറ്റ്സ്, കാർബൈഡുകൾ, ഇവയുടെ ഒഴികെയുള്ള കാർബൺ കോമ്പൗണ്ടുകളെ പറ്റിയുള്ള സ്റ്റഡിയെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒഴിവാക്കിയ ആൾക്കാരെ പറ്റിയ ഐഡിയ ഉണ്ടായിരിക്കണം. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റ്, ബൈകാർബണേറ്റ്സ്, കാർബൈഡ്സ്, ഇവരെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവരൊഴികെയുള്ള സ്റ്റഡിയെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ. വൈ കാർബൺ ഈസ് സോ സ്പെഷ്യൽ, യുണീക്ക് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതിനുശേഷം ടെട്രാവാലൻസ് ഓഫ് കാർബണും ഷേപ്പ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസും ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻട്രൊഡക്ഷൻസ് ആണ്. എന്തുകൊണ്ടാണ് കാർബൺ ഇത്രയും സ്പെഷ്യൽ ആകുന്നത്? ഓക്കെ, നോക്കാം. വൈ കാർബൺ ഈസ് സോ സ്പെഷ്യൽ, യുണീക്ക് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ. അതായത് കാർബണിൻ്റെ കോമ്പൗണ്ട് നിങ്ങൾ നോക്കി, പീരിയോഡിക് ടേബിളിൽ ഒരാളുടെ കോമ്പൗണ്ടിനെ പറ്റി മാത്രം പഠിക്കാൻ നമ്മളൊരു ബ്രാഞ്ച് ഉണ്ടാക്കിയേക്കുക. അങ്ങനെ വേറൊരു കോമ്പൗണ്ട് നമുക്കില്ല. ഒരാളുടെ കോമ്പൗണ്ടിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ബ്രാഞ്ച്. ആ ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കാർബണാണ്. ബാക്കി 124 എലമെൻറ്റ്സിൽ അല്ലെങ്കിൽ 118 എലമെൻറ്റ്സിൽ ഒരു എലമെൻറ്റിനെ പറ്റി മാത്രം സ്റ്റഡി ചെയ്യാൻ ഒരു ബ്രാഞ്ച് തന്നെ. അതും ആ ബ്രാഞ്ചിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഒരു ബ്രാഞ്ച് തന്നെ കെമിസ്ട്രിയിൽ വരണമെങ്കിൽ ആ എലമെൻറ്റ് അത്രത്തോളം കോമ്പൗണ്ടുകളെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് കാണാം. കാരണം ബാക്കിയുള്ള ഒരു എലമെൻറ്റുകളും ഇത്രയും കോമ്പൗണ്ടുകളെ ഉണ്ടാക്കുന്നില്ല. അപ്പം ആ എലമെൻറ്റിന് മാത്രം കുറേ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ആ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് അവർ ഇത്രയും കോമ്പൗണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം കാർബണിൻ്റെ ആ സ്പെഷ്യൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടെട്രാവാലൻസിയാണ്. ടെട്രാവാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4. അതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനർത്ഥം കാർബണിന് 4 ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റും. ഒരേ സമയം 4 പേരുമായിട്ട് കോവാലൻ്റ് ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റും. കാർബൺ ഹാസ് എ 4 വാലൻസ് ഇലക്ട്രോൺ ആൻഡ് ഫോം
4 കോവാലൻ്റ് ബോണ്ട്, 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം 4 കോവാലൻ്റ് ബോണ്ടുകൾ കാർബണിന് ഫോം ചെയ്യാൻ പറ്റും ഒരേ സമയം. ക്യാൻ ബോണ്ട് വിത്ത് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ് ആൻഡ് അതർ കാർബൺ ആറ്റംസ്. കാർബൺ ആറ്റംസുമായിട്ടോ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻ തുടങ്ങിയ ആൾക്കാരുമായിട്ടോ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. 4 ബോണ്ട് ഗീവ്സ് കാർബൺ ഇനോർമസ് വെർസിറ്റാലിറ്റി. അതായത് ഈ ഒരു 4 ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ 5 ബോണ്ട് ഫോം ചെയ്യുന്ന ആൾക്കാരില്ലേ, 6 ബോണ്ട് ഫോം ഉണ്ട്. പക്ഷേ കാർബണിൻ്റെ കേസിൽ ഈ 4 ബോണ്ട്, ഈ ഒരൊറ്റ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും പ്രോപ്പർട്ടീസ് വരിക. ഒന്നാമത്തെ പ്രോപ്പർട്ടി കാർബൺ ടെട്രാവാലൻ്റ് ആണ്. ഒരു കാർബണ് 4 പേരുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അത് ഒരു റീസൺ, ഇത്രയും കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള. ഓക്കെ. രണ്ടാമത്തെ റീസൺ അതിൻ്റെ കാറ്റനേഷനാണ്, സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റിയാണ്. എന്താണ് കാറ്റനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് തന്നെ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവിനെയാണ് കാറ്റനേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് കാർബണിന് കാർബണുമായിട്ട് തന്നെ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ. അത് അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ നൈട്രജന് പറ്റില്ല. പറ്റും. ഫോസ്ഫറസിന് പറ്റില്ല. പറ്റും. സൾഫറിന് പറ്റത്തില്ല. പറ്റും. നൈട്രജന് പറ്റത്തില്ല. പറ്റും. പക്ഷെ ഇവർക്കൊരു ലിമിറ്റ് ഉണ്ട്. കാർബണിന് ലിമിറ്റ് ഇല്ല. കാർബണിന് എത്ര വേണമെങ്കിലും കാർബൺസുമായിട്ട് പരസ്പരം കമ്പൈൻ ചെയ്യാം. പീരിയോഡിക് ടേബിളിൽ കാറ്റനേഷൻ ഏറ്റവും കൂടിയ ആൾ കാർബണാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എത്ര കാർബൺ വരെ ലിങ്ക് ചെയ്യാം? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എത്ര കാർബണിന് വേണമെങ്കിലും പരസ്പരം ലിങ്ക് ചെയ്യാൻ പറ്റും. സോ ആ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കാറ്റനേഷൻ. സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റനേഷൻ. സ്വന്തമായിട്ട് തന്നെ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാറ്റനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. കാർബൺ ആറ്റംസ് ക്യാൻ ബോണ്ട് വിത്ത് ഈച്ച് അതർ കാർബൺ ആറ്റം ടു ഫോം ലോങ് ചെയിൻസ്. കാർബണിന് സ്വന്തമായിട്ട് തന്നെ ബോണ്ട് ഫോം ചെയ്ത് വലിയ വലിയ ചെയിനുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് കാറ്റനേഷൻ. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാറ്റനേഷൻ എന്ന് വിളിക്കുന്നത്. നോ അതർ എലമെൻറ്റ് ഷോസ് കാറ്റനേഷൻ ടു ദിസ് എക്സ്റ്റെൻറ്റ്. വേറെ ഒരു എലമെൻറ്റും ഈ കാർബൺ കാണിക്കുന്ന കണക്കൊരു കാറ്റനേഷൻ കാണിക്കുന്നില്ല. എക്സാമ്പിൾ, ചെയിൻസ് ഓഫ് 1, 2, 3 മില്യൺ ഓഫ് കാർബൺ ആറ്റംസ് ആർ എന്താ പോസിബിൾ. അതായത് ഒരു കാർബൺ ആറ്റം വരുന്ന, 2 കാർബൺ ആറ്റം വരുന്ന, 3 വരുന്ന, മില്യൺസ് ഓഫ് കാർബൺ ആറ്റംസ് വരുന്ന ചെയിനുകൾ അവൈലബിൾ ആണ്. ദിസ് ഗീവ്സ് റൈസ് ടു മില്യൺസ് ഓഫ് ഡിഫറൻറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. കണ്ടോ, മില്യൺസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമുക്ക് എന്താ കാർബണിൻ്റെ കേസിൽ ഉണ്ടാകുന്നത്. അപ്പം ഒന്നാമത്തെ പ്രോപ്പർട്ടി ടെട്രാവാലൻസി ആണ്. അതായത് ഒരു കാർബണിന് 4 ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് കാറ്റനേഷനാണ്. കാറ്റനേഷൻ എന്ന് പറയുന്നത് സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റിയാണ്. സ്വന്തമായിട്ട് തന്നെ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് വിളിക്കുന്നത്. സ്വന്തമായിട്ട് തന്നെ ബോണ്ട് ഫോം ചെയ്ത് പോകാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് വിളിക്കുന്നത്. അത് പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് നമ്മളുടെ എന്താ കാർബണാണ്. സ്വന്തമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് കാർബണാണ്. സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാറ്റനേഷൻ എന്ന് വിളിക്കുന്നത്. അതുവഴി കാർബണിന് സ്വന്തമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് മില്യൺസ് ഓഫ് കോമ്പൗണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ വേറെ ആൾക്കാരില്ലേ? ഉണ്ടാ, വേറെ ആൾക്കാരുണ്ട്. ഫോസ്ഫറസ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. പക്ഷെ അവർക്കൊരു ലിമിറ്റ് ഉണ്ട്, 5, 6 മാക്സിമം. അതിനപ്പുറത്തോട്ട് അവർ പോകത്തില്ല. പക്ഷെ കാർബൺ അങ്ങനല്ല, മില്യൺസ് പോസിബിൾ ആണ്. ഓക്കെ. രണ്ടാമത്തെ പ്രോപ്പർട്ടി. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ബോണ്ടാണ്. ഇത് വേറൊരു പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി എല്ലാം കൂടെ ചേർന്നിട്ടാണ് കാർബൺ ഇത്രയും യുണീക്ക് പ്രോപ്പർട്ടീസ് വരുത്തുന്നത്. കാർബൺ ക്യാൻ ഫോം സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. അതായത് കാർബണിന് തൊട്ടടുത്തിരിക്കുന്ന കാർബണുമായിട്ട് സിംഗിൾ ബോണ്ടോ, അതായത് ആ ചെയിനിൽ, ഇപ്പോൾ കാർബണിൻ്റെ ചെയിൻ ആണെങ്കിൽ കാർബണിന് അതുമായിട്ട് സിംഗിൾ ബോണ്ടോ, ഡബിൾ ബോണ്ടോ, ട്രിപ്പിൾ ബോണ്ടോ ഫോം ചെയ്യാൻ പറ്റും പരസ്പരം. അങ്ങനെ ബോണ്ടുകൾ ഇഷ്ടമുള്ള രീതിയിൽ ഫോം ചെയ്യാൻ പറ്റും. അത്രത്തോളം അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ദിസ് ആഡ്സ് ഈവൻ മോർ വെറൈറ്റി ടു ഓർഗാനിക് കോമ്പൗണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന, ഇപ്പം ആദ്യത്തെ ചെയിനകത്ത് എല്ലാ കാർബണും സിംഗിൾ ബോണ്ട്, രണ്ടാമത്തെ ചെയിനകത്ത് ഒരിടത്ത് ഡബിൾ ബോണ്ട്, അപ്പോൾ അത് വേറൊരു കോമ്പൗണ്ടായി. അടുത്ത ചെയിനകത്ത് 2 ഡബിൾ ബോണ്ട്, അത് വേറൊരു കോമ്പൗണ്ടായി. അപ്പം സെയിം എണ്ണം വെച്ച് തന്നെ പല കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. കാരണം ഈ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഈ ബോണ്ടുകളുടെ വ്യത്യാസമാണ്. നെക്സ്റ്റ് സ്മോൾ സൈസ് ആണ്. കാർബൺ ആറ്റം ഈസ് സ്മോൾ, ബോണ്ട്സ് ആർ ഷോർട്ട് ആൻഡ് സ്ട്രോങ്. CC ബോണ്ട് എനർജി എന്ന് പറയുന്നത് 347 കിലോജൂൾ പെർ മോളാണ്. ക്വൈറ്റ് സ്ട്രോങ്. അതായത് കാർബൺ ചെറുതായത് കൊണ്ട് തന്നെ അവിടെ ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ ബോണ്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അത് പൊട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതും ഈ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തവർക്ക് പോകാൻ പറ്റും. ഇതൊക്കെ കാർബൺ യുണീക്ക് പ്രോപ്പർട്ടി കാണിക്കുന്നതിൻ്റെ റീസൺസ് ആണ്.
നെക്സ്റ്റ് ഫോംസ് സ്റ്റേബിൾ കോമ്പൗണ്ട്. Carbon forms very stable compounds with hydrogen, oxygen, nitrogen and sulfur. These compounds exist at normal temperature and pressure. അതായത് ഓക്സിജനുമായിട്ടും നൈട്രജനുമായിട്ടും സൾഫറുമായിട്ടൊക്കെ ബോണ്ടുകൾ ഫോം ചെയ്യാറുണ്ട്. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിൽ, നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും സ്റ്റേബിളുമാണ്. റിസൾട്ട് ഓഫ് ഓൾ ദീസ് പ്രോപ്പർട്ടീസ്, there are over 10 million നോൺ കണ്ടോ, അറിഞ്ഞ ഇനി അറിയാത്ത കോമ്പൗണ്ടുകൾ ഇനിയും കാണും. 10 million നോൺ ഓർഗാനിക് കോമ്പൗണ്ട്സ് മോർ ദാൻ ഓൾ അതർ കമ്പൈൻഡ്. ബാക്കിയുള്ള എല്ലാ എലമെൻറ്റുകളെക്കാട്ടിയും കമ്പൈൻ ചെയ്തതിനെക്കാട്ടിയും കൂടുതലാണ് കാർബണിൻ്റെ മാത്രം കോമ്പൗണ്ടുകൾ. അതുകൊണ്ടാണ് കാർബൺ ഇത്രയും ഒരു എന്താ പറയേണ്ട ഒരു 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 എന്താ ഒരു ഒരു ജയൻറ്റ് പരിവേഷം നമ്മൾ കൊടുക്കുന്നത്. കാരണം ആ കാർബണെ പറ്റി സ്റ്റഡി ചെയ്യാൻ മാത്രമാണ് ഒരു ബ്രാഞ്ച് നമുക്ക് കിടക്കുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട്സ്. ബാക്കിയുള്ള എലമെൻറ്റ്സുകളെ പറ്റി സ്റ്റഡി ചെയ്യാനാണ് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അതിനകത്തുള്ളയും നമ്മളുടെ കോമ്പൗണ്ടുകളെ മാത്രം എടുത്താൽ പോലും കാർബൺ എന്ന് പറയുന്ന അയാൾ കാണിക്കുന്ന കോമ്പൗണ്ടിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. സോ വി ഹാവ് എ ഡിഫറെൻറ്റ് ബ്രാഞ്ച് ഓർഗാനിക് കെമിസ്ട്രി. സോ ഇതാണ് നമ്മൾ പറയുന്നത് കാർബണിൻ്റെ യുണീക്ക് പ്രോപ്പർട്ടീസ് ആണ്. കാർബണിന് ടെട്രാവാലൻസി ആണ്, കാർബണിന് കാറ്റനേഷൻ ഉണ്ട്, കാർബണിന് ചെറിയ സൈസാണ്, മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റും, ബാക്കി എലമെൻറ്റുകളുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനും പറ്റും, റൂം ടെമ്പറേച്ചറിൽ അവർ സ്റ്റേബിളുമാണ്. ഈ പ്രോപ്പർട്ടീസൊക്കെ കൊണ്ട് കാർബൺസിന് നോർമലി 10 മില്യണിലധികം നോൺ കോമ്പൗണ്ടുകൾ അവൈലബിൾ ആണ്, പല ഡിഫറെൻറ്റ് രീതിയിലുള്ള. സോ അതുകൊണ്ടാണ് നമ്മൾ കാർബണെ പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടിക്കാണും. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയാണ്, ഓർഗാനിക്കിൻ്റെ പ്രിൻസിപ്പിളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഓർഗാനിക് എന്ന് പറയുന്ന ഒരു കെമിസ്ട്രി ബ്രാഞ്ച് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നു? റീസൺ ഇതാണ്, കാർബണിൻ്റെ കോമ്പൗണ്ടുകളെ പറ്റി സ്റ്റഡി ചെയ്യും. എന്തുകൊണ്ട് കാർബൺ ഇത്രയും കോമ്പൗണ്ടുകൾ വരുന്നു? ബിക്കോസ് സിമ്പിൾ, ദേ ഹാവ് ടെട്രാവാലൻസി, കാറ്റനേഷൻ പ്രോപ്പർട്ടി, അത് കണക്ക് തന്നെ മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റും, അത് കണക്ക് തന്നെ ബോണ്ട് കുറച്ചും കൂടെ സ്റ്റേബിളാണ്, ചെറിയ സൈസ് ആയതുകൊണ്ട്. ദെൻ ബാക്കിയുള്ള എലമെൻറ്റുകളുമായിട്ട് ഫോം ചെയ്യുന്ന ബോണ്ടുകളും സ്റ്റേബിളാണ്. ഈ റീസൺസ് ഒക്കെയാണ് അവരെ കൂടുതൽ സ്റ്റഡി ചെയ്യാൻ എന്ത് ചെയ്യിപ്പിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഓർഗാനിക് വേഴ്സസ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്, കീ ഡിഫറൻസ്. ഓർഗാനിക്കും ഇനോർഗാനിക് കോമ്പൗണ്ട്സ് നമ്മളുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. പ്രോപ്പർട്ടി ഓർഗാനിക് കോമ്പൗണ്ട്, ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. നമുക്ക് ആ ഡിഫറൻസ് എന്തൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാവുന്ന കാര്യമുള്ളൂ. കൂടുതലങ്ങ് ഫോഴ്സ് ചെയ്ത് പഠിക്കുകയൊന്നും വേണ്ട. പിന്നെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ബേസിക്സ് തൊട്ടൊക്കെ പറയുന്നതേ ഉള്ളൂ. നമുക്ക് മെയിൻ എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ ആണ്, മെയിൻ ചെയിൻ കാർബൺ ആണ്. പക്ഷേ ഇനോർഗാനിക് കോമ്പൗണ്ടിൽ ബാക്കി 118 ഏത് എലമെൻറ്റ് വേണമെങ്കിലും വരാം. ഓക്കെ, ബോണ്ട് വരുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ മെയിനായിട്ടും കോവാലൻ്റ് ബോണ്ടാണ്. നമ്മുടെ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ കൂടുതലും അയോണിക് ബോണ്ടുകളാണ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ജനറൽ ലോ ആണ്, പക്ഷേ അവിടെ കേസിൽ കുറച്ചും കൂടെ ഹൈ ആണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ. സോലുബിലിറ്റി ഓഫൺ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ്, ഓഫൺ ഇൻ വാട്ടർ. ഓർഗാനിക് സോൾവെൻറ്റ്സിലായിരിക്കും കാർബൺ കോമ്പൗണ്ട്സ് ഡിസോൾവ് ചെയ്യുന്നത്, കാരണം കാർബൺസിൻ്റെ കോമ്പൗണ്ടുകൾ മിക്കതും നോൺ പോളറാണ്. നോൺ പോളർ ആയതുകൊണ്ട് നോൺ പോളർ ആയിട്ടുള്ള സോൾവെൻറ്റുകളിൽ. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് കൂടുതലും പോളാറാണ്, അതുകൊണ്ടാണ് അയോണിക് വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നോർമലി ഓർഗാനിക് കോമ്പൗണ്ട്സ് അങ്ങനെ ഇലക്ട്രിസിറ്റി കടത്തിവിടാറില്ല. പക്ഷേ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ത് കടത്തിവിടും? ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ആൾക്കാരാണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ദെൻ കമ്പസ്റ്റിബിലിറ്റി, മോസ്റ്റ് ബേൺ, മസ്റ്റ് ഡു നോട്ട് ബേൺ. ചിലതൊക്കെ ബേൺ ചെയ്യാറുണ്ട്, മിക്കതും ബേൺ ചെയ്യാറില്ല. കാരണം ഇവർ ബേൺ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലും നമ്മുടെ LPG അങ്ങനെയുള്ള ഗ്യാസ്, പെട്രോളിയം ഗ്യാസ്, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ. സ്പീഡ് ഓഫ് റിയാക്ഷൻ, സ്ലോ റിയാക്ഷൻസ് ആണ്, ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ്. സ്ലോ റിയാക്ഷൻ കാരണം കോവാലൻ്റ് ബോണ്ടുകൾ ആയതുകൊണ്ടാണ്, മറ്റേത് ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ്. ഇനി എണ്ണം ഇവിടെ മില്യൺസ് ഉണ്ട്, അവിടെ തൗസൻഡ്സ് ആണ്, തൗസൻഡുകളാണ് വരുന്നത്. മില്യൺ കോമ്പൗണ്ടുകളാണ് ഇവിടെ വരുന്നത്. തൗസൻഡ്സ് ആണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ വരുന്നത്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നൂന്നേ ഉള്ളൂ. നോക്കാം. ടെട്രാവാലൻസ് ഓഫ് കാർബൺ ആൻഡ് ഷേപ്പ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്. കാർബണിൻ്റെ ടെട്രാവാലൻസിയും ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്. നമ്മൾ ആദ്യം പറഞ്ഞ ജനറൽ ഇൻട്രൊഡക്ഷനാണ്, നമ്മൾ രണ്ടാമത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ. ടെട്രാവാലൻസ് ഓഫ് കാർബൺ ആൻഡ് ഷേപ്പ് ഓഫ് മോളിക്യൂൾ, അതിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. മറ്റേതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നോക്കാം. ടെട്രാവാലൻസ് ഓഫ് കാർബൺ ആൻഡ് ഷേപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് നോക്കാം. ടെട്രാവാലൻസ് ഓഫ് കാർബൺ, കാർബണിന് അറ്റോമിക് നമ്പർ 6 ആണ് അല്ലേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് 4 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും.
നീഡ്സ് 4 to complete octet, ഫോംസ് 4 കോവാലൻ്റ് ബോണ്ട്. കാർബൺ ഈസ് ടെട്രാവാലൻറ്റ്. കാർബൺ ടെട്രാവാലൻ്റ് ആണ്. ടി മിസ്സായി പോയതാണ് കേട്ടോ. കാർബൺ ടെട്രാവാലൻ്റ് ആണ്. കാർബണിന് ചുറ്റും 4 ബോണ്ടുണ്ട്. 4 ബോണ്ട് വേണം. ഒരു കാർബണിന് ചുറ്റും 4 ബോണ്ട് വേണം. അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ആ 4 ബോണ്ട് എങ്ങനെ വേണമെങ്കിലും ആവാം. കാർബണിന് ചുറ്റും 4 ബോണ്ട് 4 പേരാവാം. അതിൽ 2 പേര് വെച്ച് 2 ബോണ്ട് ഫോം ചെയ്യാം അല്ലേ. ചിലപ്പം 3 ബോണ്ട് ഒരാൾ തന്നെ ഫോം ചെയ്യാം. 4 ബോണ്ട് ഒരാൾ ഫോം ചെയ്യില്ല. 3 ബോണ്ട് വരെ. കാരണം കാർബണിന് 3 ബോണ്ട് വരെ പറ്റത്തുള്ളൂ. കാർബൺ ക്യാൻ ഫോം ബോണ്ട് വിത്ത് ഹൈഡ്രജൻ. ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അത് കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ആയിരിക്കും. കാരണം ഹൈഡ്രജന് 1 ഇലക്ട്രോണെ മതി. അപ്പോൾ കാർബൺ തൻ്റെ 1 ഇലക്ട്രോണെ കൊടുക്കത്തുള്ളൂ. അപ്പം കാർബണും ഹൈഡ്രജനും ഉണ്ടെങ്കിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ കാർബണും ഹൈഡ്രജനും ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇനി കാർബണിന് 3 ബോണ്ടും കൂടെ പെൻഡിങ് ആണ് അതിനകത്ത്. മോസ്റ്റ് കോമൺ ഓൾ ഹൈഡ്രോ കാർബൺസ് അല്ലേ. കാർബണും ഹൈഡ്രജനും മാത്രമായിട്ടുള്ള കോമ്പൗണ്ടുകളും ഓർഗാനിക് കെമിസ്ട്രിയുടെ സെപ്പറേറ്റ് ബ്രാഞ്ചാണ്. അതിനെ വിളിക്കുന്ന പേര് ഹൈഡ്രോ കാർബൺസ് എന്നാണ് അല്ലേ. ഹൈഡ്രോ കാർബൺസ്. അപ്പം കാർബണും ഹൈഡ്രജനും വരുന്ന കോമ്പൗണ്ടുകൾ അവരെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കും. മോസ്റ്റ് കോമൺ ആണ്. രണ്ടാമത്തത് കാർബണും ഓക്സിജനും തമ്മിൽ അത് സിംഗിൾ ബോണ്ട് ഓയും ആകാം, ഡബിൾ ബോണ്ട് ഓയും ആകാം. ഈ സിംഗിൾ ബോണ്ട് ഓ വരുന്ന കേസാണ് ആൽക്കഹോളിൻ്റെത്. ഡബിൾ ബോണ്ട് ഓ വരുന്നതാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ആസിഡ്, അമൈഡുകൾ, എസ്റ്ററുകൾ. അതെല്ലാം ഡബിൾ ബോണ്ട് വരുന്നവരാണ്. ഇനി നൈട്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാം. സിംഗിൾ ബോണ്ട് നൈട്രജനും വരാം, ട്രിപ്പിൾ ബോണ്ട് നൈട്രജനും വരാം. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മളതിനെ അമീൻസ് എന്ന് വിളിക്കും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നൈട്രൈലുകൾ എന്ന് വിളിക്കും. സൾഫറുമായിട്ട് സിംഗിൾ ബോണ്ട് സൾഫറാണ് തയോൾസും തയോ ഈതേഴ്സും. ഹാലജനുമായിട്ട് സിംഗിൾ ബോണ്ടാണ് അല്ലേ. അത് കണക്ക് തന്നെ അതർ കാർബൺ എന്ന് പറയുന്നത് സി സിംഗിൾ ബോണ്ട് സി, സി ഡബിൾ ബോണ്ട് സി, സി ട്രിപ്പിൾ ബോണ്ട് സി. ഇതാണ് നമ്മുടെ കോമൺ കോമ്പൗണ്ടുകൾ. ഇതൊക്കെ കാർബണിൻ്റെ കോമ്പൗണ്ടുകളാണ്. കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന കുറച്ച് കോമ്പൗണ്ടുകൾ. നെക്സ്റ്റ്, ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഷേപ്പ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്. ഇത് ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി. കാർബണിന് ചുറ്റും എല്ലാം സിംഗിൾ ബോണ്ടുകളാണെങ്കിൽ കാർബണിന് ചുറ്റുമുള്ള 4 ബോണ്ടുകളും 4 പേര് 4 സിംഗിൾ ബോണ്ടുകളാണെങ്കിൽ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. sp3 എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ. കാർബണിനകത്ത് ഒരിടത്തെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഓക്കെ. കാർബണിന് ഒരിടത്തെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp ആണ്. കാർബണിന് 2 സൈഡിലും ഡബിൾ ബോണ്ട് ആണെങ്കിലും ഹൈബ്രിഡൈസേഷൻ sp ആണ്. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ കാർബണിന് എല്ലാം സിംഗിൾ ബോണ്ടുകളാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഒരിടത്തെങ്കിലും ഡബിൾ ബോണ്ട് വന്നാൽ ഇങ്ങനെ ഡബിൾ ബോണ്ട് വന്നാൽ ബാക്കി രണ്ടും സിംഗിൾ ബോണ്ട് ആയിരിക്കണം. രണ്ടും ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp ആണ്. ഒരിടത്തെങ്കിലും ഡബിൾ ബോണ്ട് വന്നാൽ നമുക്കത് sp2 എന്ന് വിളിക്കാം. ഒരിടത്തെങ്കിലും ട്രിപ്പിൾ ബോണ്ട് വന്നാൽ അതിനെ നമുക്ക് sp എന്ന് വിളിക്കാം. രണ്ടിടത്തും ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp എന്ന് വിളിക്കാം. ആ രണ്ടിടത്തും ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈക്വൽ ട്രിപ്പിൾ ബോണ്ട്. ഇത് രണ്ടും ഏകദേശം ഒരേ കണക്കാണ്, ഇക്വലൻ്റ് ആണ്. രണ്ടിടത്തും ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടിന് ഇക്വലൻ്റ് ആണ്. അപ്പോഴും ഹൈബ്രിഡൈസേഷൻ sp വരും. sp3 carbon tetrahedral shape. When carbon forms 4 single bonds അല്ലെ, കാർബൺ ചുറ്റും 4 സിംഗിൾ ബോണ്ട്. ഞാനത് വരയ്ക്കാം. സി എച്ച് 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 ഇങ്ങനെ ഫോം ചെയ്യാൻ പറ്റൂ. കാർബൺ ചുറ്റും 4 സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ടെട്രാഹീഡ്രൽ ആണ്. ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രിയാണ്. അത് നമ്മൾ പറഞ്ഞാണല്ലോ. 109.5 ഡിഗ്രി അല്ലെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ് അല്ലേ. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഷേപ്പ് വരുന്നത് ടെട്രാഹീഡ്രൽ ആണ് അല്ലേ. 109.5 ഡിഗ്രി. ഇതാണ് കേസ്. എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ. അതർ എക്സാമ്പിൾസ് ഓഫ് sp3 കാർബൺ ദാണ്ട കണ്ടോ, സിംഗിൾ ബോണ്ട് ആണ്, sp3 ആണ്. ആൽക്കീൻ കാർബണായിട്ട് sp3യിലാണ്. ആൽക്കഹോൾ സിംഗിൾ ബോണ്ട് ആണ്, sp3 ആണ്. ബാക്കി ഞാൻ പറയാടാ. അമീൻസിൽ സിംഗിൾ ബോണ്ട് ആണോ, കാർബൺ sp3 ആണ്. കാർബണ് ചുറ്റുമുള്ള നമ്മൾ ഇങ്ങനെ നോക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ പഠിച്ചാൽ മതിടാ. കാർബണ് ചുറ്റുമുള്ള 4 ബോണ്ടുകൾ നോക്കുക. 4 ബോണ്ടുകളും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3. ആ 4 ബോണ്ടിൽ ഒരെണ്ണമെങ്കിലും ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2. ഒരെണ്ണമെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp. രണ്ടും ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp. ഒന്ന് ട്രിപ്പിൾ ഒന്ന് ഡബിൾ ഒന്നും വരത്തില്ല. രണ്ടാമത്തത് sp2 കാർബൺ ആണ്. sp2 എന്ന് പറയുമ്പോഴത്തേക്ക് കാർബണിനകത്ത് ഒരു ഡബിൾ ബോണ്ട് എങ്കിലും കാണും. വെൻ കാർബൺ ഫോംസ് 1 ഡബിൾ ബോണ്ട്, കണ്ടോ, ഒരു ഡബിൾ ബോണ്ടും ബാക്കി 2 സിംഗിൾ ബോണ്ടും. ഒരെണ്ണം ഡബിൾ ബോണ്ടും ബാക്കി 2 സിംഗിൾ ബോണ്ട് ആവണം. കാരണം ബാക്കി 2 ഡബിൾ ബോണ്ടും കൂടെ ആയാൽ അത് sp ആയി പോകും.
ബാക്കി രണ്ടും സിംഗിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കാം. ട്രയഗണൽ പ്ലാനാർ ഷേപ്പാണ്, ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ. ബാക്കി സി ഡബിൾ ബോണ്ട് സി വരുന്നവരെല്ലാം എന്താ, ഈ സി ഡബിൾ ബോണ്ട് സിയിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണേ, ഈ സി ഡബിൾ ബോണ്ട് സിയിൽ ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം എന്തുമായിരിക്കും? പൈയും ആയിരിക്കും. 1 സിഗ്മ ബോണ്ട് along the axis, 1 pi bond above and below the plane. The pi bond prevents rotation. Cis trans isomerism exist. റൊട്ടേഷൻ ഇല്ല, പകരം സിസ് ട്രാൻസ് ഐസോമർസും ഉണ്ട്. നേരത്തെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ sp3, അതിന് റൊട്ടേഷൻ ഉണ്ട്, ഇതിന് റൊട്ടേഷൻ ഇല്ല. റൊട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് പൈ ബോണ്ടാണ്. പക്ഷെ അതിന് പകരം ഏത് ഐസോമർസും ഉണ്ട്? സിസ് ട്രാൻസ് ഐസോമർസും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഐസോമർസ്. ഏത് ഐസോമർസും ഉണ്ട്? സിസ് ട്രാൻസ് ഐസോമർസും ഉണ്ട്. ഇതാണ് ഡബിൾ ബോണ്ട് വരുമ്പോഴത്തേക്ക്. ഇനി ട്രിപ്പിൾ അതർ എക്സാമ്പിൾസ് ആണ് ബെൻസീൻ, ആൽഡിഹൈഡ്സിലെ സി, ഈ സി ആണ് സി, കീറ്റോണിലെ ഈ സി, അതാണ്ട് സി ഡബിൾ ബോണ്ട് സി. ഞാൻ പറയാതെ അത് മനസ്സിലാക്കി തരാം. നെക്സ്റ്റ് sp ആണ്, ലീനിയർ ഷേപ്പാണ്. കാർബൺ ഫോംസ് ട്രിപ്പിൾ ബോണ്ട് ഓർ 2 ഡബിൾ ബോണ്ട്സ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ 2 ഡബിൾ ബോണ്ട്. ഒരു കാർബണിൽ തന്നെ 2 ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. ഹൈബ്രിഡൈസേഷൻ sp, ഷേപ്പ് ലീനിയർ, ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. ഓക്കെ, ആ ട്രിപ്പിൾ ബോണ്ടിൽ എത്ര? ഒരെണ്ണം സിഗ്മയും ബാക്കി 2 എണ്ണം എന്തുമായിരിക്കും? പൈയും ആയിരിക്കും. ഒരെണ്ണം സിഗ്മയും ബാക്കി 2 എണ്ണം പൈയും. ഒരു സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട്. മോളിക്യൂൾ ഈസ് പെർഫെക്റ്റ്ലി സ്ട്രൈറ്റ്, റൊട്ടേഷൻ ഒന്നുമില്ല. അതർ എക്സാമ്പിൾസ് ആണ് ഈ കാർബൺ ട്രിപ്പിൾ ബോണ്ട്, ഈ കാർബൺ 2 ഡബിൾ ബോണ്ട്, ഈ കാർബൺ ട്രിപ്പിൾ ബോണ്ട്, ഈ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. കണ്ടോ? അതാണ് ഷേപ്പ് വെച്ചിട്ട്. ഇതാണ് കേസ്. ഒന്ന് പഠിച്ചു വെച്ചേക്കാം. റെപ്രസെൻറ്റേഷനിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതായത് ഒരു മോളിക്യൂൾ ഇതെന്താ? കണ്ടോ? എന്നിട്ട് ഈ കാർബൺസിൻ്റെ എല്ലാം ഹൈബ്രിഡൈസേഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ പറയും. ഓരോ കാർബണിൻ്റെയും ഹൈബ്രിഡൈസേഷൻ സിമ്പിളാണ്, എളുപ്പമാണ്. എന്താ മനസ്സിലാക്കേണ്ട? കാർബണ് ചുറ്റും എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3, കാർബണിൽ ഒരിടത്തെങ്കിലും ഡബിൾ ബോണ്ടും ബാക്കി 2 സിംഗിൾ ബോണ്ടും ആണെങ്കിൽ sp2, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp, 2 ഡബിൾ ബോണ്ട് ആണെങ്കിലും sp. നോക്കിയാൽ മതി, കാർബൺ തൊട്ടിപ്പുറത്ത് സിംഗിൾ ബോണ്ട്, ബാക്കി നോക്കണ്ട. ഹൈഡ്രജൻ നോക്കണ്ട, ഹൈഡ്രജൻ എന്തായാലും സിംഗിൾ ബോണ്ടാണ്. തൊട്ടിപ്പുറത്ത് സിംഗിൾ ബോണ്ട്, സോ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3. കാർബൺ ഒരിടത്ത് സിംഗിൾ ബോണ്ടും ഒരിടത്ത് ഡബിൾ ബോണ്ടും, ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി കൊടുക്കണം. ട്രിപ്പിൾ ബോണ്ടിനാണ് പ്രയോറിറ്റി, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, അങ്ങനെ നോക്കിയാൽ മതി. ഒരിടത്ത് സിംഗിൾ ബോണ്ട് ഒരിടത്ത് ഡബിൾ ബോണ്ട്, അപ്പോൾ ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി കൊടുക്കണം. ഡബിൾ ബോണ്ട് പ്രയോറിറ്റി ആകുമ്പോൾ sp2. ഓക്കെ, ഒരിടത്ത് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി sp2. രണ്ടിടത്തും സിംഗിൾ ബോണ്ട്, സോ ഇറ്റ് ഈസ് sp3. രണ്ടിടത്തും സിംഗിൾ ബോണ്ട്, ഇറ്റ് ഈസ് sp3. ഒരിടത്ത് ട്രിപ്പിൾ ബോണ്ട് ഒരിടത്ത് സിംഗിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിന് പ്രയോറിറ്റി, ഇറ്റ് ഈസ് sp. ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിന് പ്രയോറിറ്റി sp. രണ്ടും സിംഗിൾ ബോണ്ട്, ഇറ്റ് ഈസ് sp3. സിംഗിൾ ബോണ്ട് sp3. കണ്ടോ? നമുക്ക് ചോദിക്കാറുണ്ട്, കാരണം അവരിങ്ങനെ കാർബൺസിനെ മാർക്ക് ചെയ്തിട്ട് ആ കാർബൺസിൽ ഏതിനാണ് എന്താ sp3, ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻ ആണെന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട്. വേറെ എക്സാമ്പിൾ നോക്കാം. ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഹൈബ്രിഡൈസേഷൻ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നോക്കാം, ഇവിടെ ഡബിൾ ബോണ്ടാണ്, സോ ഹൈബ്രിഡൈസേഷൻ sp2. ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ആണ്, ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി, സോ ഹൈബ്രിഡൈസേഷൻ sp2. സിംഗിൾ ബോണ്ട് ഇറ്റ് ഈസ് sp3. സിംഗിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിന് പ്രയോറിറ്റി, ഇറ്റ് ഈസ് sp. സിംഗിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും sp. സിംഗിൾ ബോണ്ട് sp3. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3 ആണ്. സിംഗിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടിന് പ്രയോറിറ്റി sp. ഇറ്റ് ഈസ് ട്രിപ്പിൾ ബോണ്ടിന് പ്രയോറിറ്റി sp.
സിംഗിൾ ബോണ്ട് ആർക്കാ പ്രയോറിറ്റി? സിംഗിൾ ബോണ്ടിന് ഇറ്റ് ഈസ് sp3. സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടിന് sp2. രണ്ടിടത്തും ഡബിൾ ബോണ്ട് ഇറ്റ് ഈസ് sp. ഒരിടത്ത് ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി sp2. സിംഗിൾ ബോണ്ട് sp3. സിംഗിൾ ബോണ്ട് sp3. കണ്ടോ, സിമ്പിൾ സാധനം. ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. ഇത് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതിയടാ. എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3, ഒരെണ്ണമെങ്കിലും ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ sp2, ഒരെണ്ണം ട്രിപ്പിൾ ബോണ്ട് വന്നാൽ sp, രണ്ട് ഡബിൾ ബോണ്ട് വന്നാലും sp. സിമ്പിളായിട്ട് കിട്ടും. അടുത്ത ആളിലോട്ട് ഇപ്പോൾ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇപ്പം ഷേപ്പ് പറഞ്ഞു, പിന്നെ അതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത്ര യൂണീക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറയാം ഓർഗാനിക് കോമ്പൗണ്ട്സിനെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം നോക്കാം. കുറച്ച് മെത്തേഡ്സ് ഉണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ. ഒന്ന്, കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ കംപ്ലീറ്റ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ C2H6. അത് ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ വരയ്ക്കാം. CH4 എന്ന് പറഞ്ഞാൽ കാർബണ് ചുറ്റും 4 ഹൈഡ്രജൻ അല്ലേ. കാർബണ് ചുറ്റും 4 ബോണ്ട് വേണം. കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. സോ H. ഇതാണ് CH4. കാർബണ് ചുറ്റും 4 ഹൈഡ്രജൻ. ഇനി C2H6 അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. കാർബൺ ഇവിടെ ഒരു ഹൈഡ്രജൻ, 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 ഇവിടെ ഒരു ഹൈഡ്രജൻ. കാണാം, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കാറുണ്ട്? ലൂയിസ് സ്ട്രക്ചർ എന്നും വിളിക്കാറുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിനകത്തുള്ള ഏതൊക്കെ ബോണ്ടുണ്ടോ ആ ബോണ്ടുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. ഇത് കണക്കായിരിക്കും നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആൾക്കാരുടെ എണ്ണം കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് എടുക്കുന്നു. നെക്സ്റ്റ്, കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുലയാണ്. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ബോണ്ടും കൊടുക്കില്ല, ആൾക്കാരുടെ എണ്ണം എടുത്തെടുത്ത് എഴുതുന്നു. ഫോർ എക്സാമ്പിൾ ഇതേ കണ്ടോ, അതാ CH3 സിംഗിൾ ബോണ്ട് CH3. അതായത് നമ്മൾ ഇങ്ങനെ മൊത്തം വരയ്ക്കുന്നില്ല, അല്ലാതെ CH3 സിംഗിൾ ബോണ്ട് CH3. ഇതിനെ മൊത്തം വരയ്ക്കുമ്പോഴാണ് നമ്മൾ C സിംഗിൾ ബോണ്ട് C, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. കണ്ടോ, അപ്പം ഈ കണ്ടൻസ്ഡ് ഫോർമുലയിൽ നമ്മൾ കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ വരയ്ക്കില്ല, കാർബണിൻ്റെ ചെയിനുകളുടെ ബോണ്ടുകൾ മാത്രമേ വരയ്ക്കത്തുള്ളൂ. സിംഗിൾ ബോണ്ട് C കണ്ടോ, ഇവിടെ അത് കണക്ക് തന്നെ, ഇവിടെ ചെയിനുകളുടെ ബോണ്ടുകൾ മാത്രമേ വരയ്ക്കത്തുള്ളൂ. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടോ, ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് CH3 CH2 CH2 CH3 ഇതാണ് ബ്യൂട്ടൈൻ. ഇതിനെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എഴുതാം. എന്താണെന്നറിയാമോ? CH3 അത് കഴിഞ്ഞിട്ട് CH2 രണ്ടെണ്ണം, ശരിയാണോടാ? CH2 രണ്ടെണ്ണം, പിന്നെ CH3 ഇങ്ങനെ എഴുതാറുണ്ട്. CH3 CH2 രണ്ടെണ്ണം CH3. ഇനി വേറെ എക്സാമ്പിൾ ഇതാ, CH3 CH2 7 CH3. കണ്ടോ, ഇങ്ങനെ എഴുതിയാൽ എന്താ? CH3 കഴിഞ്ഞിട്ട് 7 CH2 കഴിഞ്ഞിട്ട് പിന്നെ ഒരു CH3. അപ്പം ഇങ്ങനെയും നമ്മൾ എഴുതാറുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഇനി വേറൊന്നും ഉണ്ടോ, ബോണ്ട് ലൈൻ ഫോർമുല. ഈ ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്ക് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൈ കെമിസ്റ്റ്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബോണ്ട് ലൈൻ ഫോർമുല. അത് ഇങ്ങനെ അങ്ങ് വരയ്ക്കും. ഇതൊരു മോളിക്യൂളാണ്, ഓർഗാനിക് മോളിക്യൂളാണ്. ബോണ്ട് ലൈൻ ഫോർമുല നമുക്ക് നെയിമിങ് ഓടിക്കുമ്പോൾ ഇതെല്ലാം പഠിക്കാം. കാർബൺ ആറ്റംസ് ആർ നോട്ട് റിട്ടൺ, ഷോ അസ് കോർണേഴ്സ് ആൻഡ് എൻഡ് ഓഫ് സിക്സാക് ലൈൻസ്. ദാ കാർബൺ ആറ്റത്തിനെ വരയ്ക്കുന്നില്ല, പകരം എന്താ ഈ കോർണർ ഒരു കാർബൺ ആറ്റോ, ഈ കോർണർ ജംഗ്ഷൻ ഒരു കാർബൺ ആറ്റോ, ഈ ജംഗ്ഷൻ ഒരു കാർബൺ ആറ്റോ, ഈ ജംഗ്ഷൻ കാർബൺ ആറ്റംസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 1 2 3 4 5 6 കാർബൺ ആറ്റംസ് ഉണ്ട്. 6 കാർബൺ ആറ്റം വരുന്ന കോമ്പൗണ്ട് ആയത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, കാരണം കെമിസ്ട്രികൾക്ക് ഇഷ്ടം വരയ്ക്കാൻ ഇതുമാണ്. കാരണം നമ്മൾ ബെൻസിൻ ഇങ്ങനെ വരയ്ക്കത്തില്ലടാ. ഇതൊരു ബോണ്ട് ലൈൻ ഫോർമുല ബെൻസിൻ്റെ, കാരണം കാർബണെ വരച്ചിട്ടില്ല, ഹൈഡ്രജനെ വരച്ചിട്ടില്ല. ഓക്കെ, കണ്ടോ, ഈ ജംഗ്ഷൻസ് എല്ലാം കാർബൺസാണ്. 1 2 3 4 5 6 ജംഗ്ഷൻസ് എല്ലാം കാർബൺസാണ്. സോ ബോണ്ട് ലൈൻ ഫോർമുല അല്ലെങ്കിൽ സ്കെലിറ്റൽ സിക്സാക് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൈ കെമിസ്റ്റ്. കാർബൺ ആറ്റംസ് ആർ നോട്ട് റിട്ടൺ, ഷോൺ ആസ് കോർണേഴ്സ് ഓഫ് സിക്സാക് ലൈൻസ്. ഹൈഡ്രജൻ ആറ്റം
ഓൺ കാർബൺ ആർ നോട്ട് റിട്ടൺ. ഹൈഡ്രജൻ ആറ്റത്തെയും വരയ്ക്കാറില്ല. കാരണം ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ആ 3 ഹൈഡ്രജൻ ആറ്റത്തെയും നമ്മൾ വരച്ചിട്ടില്ല. അതും ഇമാജിനറി ആണ്, അസ്യൂംഡ് ആണ്. ഓൺലി ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ഹെറ്ററോ ആറ്റംസ് ആർ റിട്ടൺ. നമ്മൾ റൈറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഒരു OH വന്നു, ഫങ്ഷണൽ ഗ്രൂപ്പ് OH വന്നു, അങ്ങനെ വന്നാലോ അല്ലെങ്കിൽ ഓക്സിജനായിട്ട് ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്, അങ്ങനെ വന്നാലോ മാത്രമേ നമ്മൾ വരയ്ക്കത്തുള്ളൂ. അല്ലെങ്കിൽ കാർബണെ വരയ്ക്കില്ല, ഹൈഡ്രജനെ വരയ്ക്കില്ല. അവിടെ വരയ്ക്കാൻ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. കോണേഴ്സുകളെ നമ്മൾ കാർബണായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈച്ച് കോർണർ ഈസ് ഈക്വൽ ടു 1 കാർബൺ ആറ്റം. ഈച്ച് എൻഡ് ലൈൻ ഈക്വൽ ടു ഡബിൾ ബോണ്ട് ഈക്വൽ ടു 1 കാർബൺ ആറ്റം. ഓക്കെ, ഈച്ച് എൻഡ് ലൈൻ ഓഫ് ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ടിൻ്റെ എൻഡ് ലൈനിൽ ഒരു കാർബൺ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ അതാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഓൾസോ 1 കാർബൺ. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. റൂൾസ്: ഈച്ച് ലൈൻ റെപ്രസെൻറ്റ് CC ബോണ്ട്. ഈച്ച് അറ്റ് ദി എൻഡ് ഓഫ് കോർണർ എൻഡ് കൗണ്ട് ഹൈഡ്രജൻ ആറ്റം ടു മേക്ക് വാലൻസി 4. എക്സാമ്പിൾ: പെൻറ്റൈൻ C5 വെച്ചിട്ടുള്ളൂ. ഇതിന് നമുക്ക് 2 രീതി വരയ്ക്കാം. പെൻറ്റൈനെ C5 വെച്ചിട്ടുള്ളൂ. എന്താ 1 2 3 4 5. ഇത് പെൻറ്റൈനാണ്. പെൻറ്റൈനത് ഇങ്ങനെ വരയ്ക്കാം പെൻറ്റൈന്. ഓക്കെ, അല്ലെങ്കിൽ ഇതാ 1 2 3 4 5 ഇങ്ങനെ വരയ്ക്കാം. 1 2 3 4 5. ഇതും പെൻറ്റൈന്. ഇഷ്ടമുള്ള രീതി വരയ്ക്കാം പെൻറ്റൈനെ. 5 വേണമെന്നുള്ളത്. ഇതെല്ലാം ഓരോ കാർബൺ ആറ്റംസ്. ഇതാ ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ. കണ്ടോ, ഇതെല്ലാം കാർബൺസാണ്. പിന്നെ ഡബിൾ ബോണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ പല രീതിയിൽ വരയ്ക്കാം നമുക്ക്. സൈക്ലോ ഹെക്സൻ, ഹെക്സണൽ ഷേപ്പ്. ബെൻസീനെ നമ്മൾ റിങ് വെച്ച് വരയ്ക്കാറുണ്ട് അല്ലേ. ഇതെല്ലാം ബോണ്ട് ലൈൻ ഫോർമുലാസ് ആണ്. കൂടുതലും നമ്മൾ വരയ്ക്കുന്നത് ബോണ്ട് ലൈൻ ഫോർമുല. നെക്സ്റ്റ് 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് കാർബണ് ചുറ്റും ഇതണക്ക് 2 വരയും കാണും, ഇതും കാണും, ഇങ്ങനെയും കാണും, ഇങ്ങനെ ഒരെണ്ണം കാണും, ഇങ്ങനെ ഒരെണ്ണം കാണും. ഇതിനെയാണ് നമ്മൾ 3D സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. 2 എണ്ണം വര, അത് പ്ലെയിനിൽ കിടക്കുന്നത്. ഒന്ന് ടുവേർഡ്സ് ദി ഒബ്സർവറും ഒന്ന് എവേ ഫ്രം ദി ഒബ്സർവർ ആയിരിക്കും. ഇതാണ് ടുവേർഡ്സ് ദി ഒബ്സർവർ. ടുവേർഡ്സ് ദി ഒബ്സർവർ. ഇത് എവേ ഫ്രം ദി ഒബ്സർവർ. ഇപ്പം 2 എണ്ണം ടുവേർഡ്സ് ദി ഒബ്സർവറും കാണും, പിന്നെന്താ എവേ ഫ്രം ദി ഒബ്സർവറും കാണും. ടുവേർഡ്സ് ദി ഒബ്സർവറും കാണും, എവേ ഫ്രം ദി ഒബ്സർവറും കാണും. ആ 2 എണ്ണം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും. അപ്പോൾ ഇത് 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. 3D ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ, 2 എണ്ണം ഇവിടെ, ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് ബാക്കിലോട്ട്. ആ 2 എണ്ണമാണ് നമ്മൾ ലൈനിൽ വരച്ചേക്കുന്നത്. വെഡ്ജ് ഡാഷ് ലൈൻ നൊട്ടേഷൻ, അതാണ് ഈ വെഡ്ജ്ഡ് ഡാഷ് ലൈൻ നൊട്ടേഷൻ എന്ന് പറയുന്നത്. 3D റെപ്രസെൻറ്റേഷൻ ആണ്. ഇതാണെങ്കിൽ ഇങ്ങനെയുള്ള ലൈനാണ് വരുന്നത്. ഞാൻ കണ്ടു, ഇതിനെ നമ്മൾ സോളിഡ് വെഡ്ജ് ലൈൻ എന്നാണ് വിളിക്കുന്നത്, ഡാഷ് അല്ല, വെഡ്ജ്. അതാണെങ്കിൽ ബോണ്ട് കമ്മിങ് ടുവേർഡ്സ് യു, ടുവേർഡ്സ് ദി ഒബ്സർവർ. നിങ്ങൾ നോക്കുന്ന ആളുടെ നേരെ വരുന്ന ബോണ്ടുകളാണ് ആ ലൈനിൽ നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെ വെട്ടുള്ള ലൈനിൽ വരയ്ക്കുന്നത് നമ്മൾ ഈ അകന്നു പോകുന്നത്, അതായത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകുന്നത്. നമ്മുടെ ഡയറക്ഷനിലോട്ട് വരുന്നത് ആ വെഡ്ജ് ലൈനാണ്. നമ്മൾ നോക്കുന്നതിൻ്റെ ഓപ്പോസിറ്റിലോട്ട് പോകുന്നത് ഡാഷ്ഡ് ലൈനാണ്. ബാക്കി ഇത് രണ്ടും ആ പ്ലെയിനിൽ കിടക്കുന്ന ലൈൻ. നോർമൽ ലൈൻ, ബോണ്ട് ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഇതാണ് നമ്മുടെ പേപ്പറെങ്കിൽ ഈ പേപ്പറിൽ കിടക്കുന്ന 2 ബോണ്ടുകളാണ് ഇത് രണ്ടും. നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നത്. അപ്പം നമ്മുടെ നേർക്ക് വരുന്ന ബോണ്ടാണ് ഇത്. ഈ ബോണ്ടിൻ്റെ ബാക്കിലോട്ട് പോകുന്ന ബോണ്ടാണ് ഇത്. ഇതാണ് 3D റെപ്രസെൻറ്റേഷൻ. എക്സാമ്പിൾ ഫോർ CH4 നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. C മുകളിലോട്ടൊരു H, ഇങ്ങോട്ടൊരു H. ഇത് രണ്ടും പ്ലെയിനിൽ. പിന്നെ ഒരു H നിങ്ങളുടെ നേർക്ക്, നമ്മളെ നോക്കുന്ന ആളുടെ നേർക്ക്. ഒരു H ബാക്കിലോട്ട്, ഡാഷ്ഡും വെഡ്ജും. വെഡ്ജും ഡാഷ്ഡും. ഫിഷർ പ്രൊജക്ഷൻ യൂസ്ഡ് ഫോർ sugars and amino acids. Vertical lines go away from the observer. Horizontal lines comes towards the observer. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ്. അതിൽ വെർട്ടിക്കൽ ലൈൻസ് ഇല്ലേ, വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത് എവേ, നമ്മൾ ഇത് അകന്ന് പോകുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നേർക്ക് വരുന്നത്, കംസ് ടുവേർഡ്സ് ദ വ്യൂവർ. നമ്മുടെ നേർക്ക് വരുന്നത് ഇങ്ങനെയുള്ള ലൈൻ, നമ്മൾ ഇന്ന് അകന്ന് പോകുന്ന ഇങ്ങനെയുള്ള ലൈൻ. ഇത് കാർബൺ, അതിന് ചുറ്റുമുള്ള 4 പേര്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ അകന്ന് പോകും, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നേരെ വരും. കാർബൺ ചെയിൻ റൺസ് വെർട്ടിക്കലി, മോസ്റ്റ് ഓക്സിഡൈസ്ഡ് കാർബൺ അറ്റ് ടോപ്പ്. ന്യൂമാൻ പ്രൊജക്ഷൻ വ്യൂ അലോങ് CC ബോണ്ട്. ഫ്രണ്ട് കാർബൺ ഷോൺ as a dot, ബാക്ക് കാർബൺ ഡോട്ട് ഷോൺ as a circle, യൂസ്ഡ് ടു ഷോ കൺഫർമേഷൻസ്. നെക്സ്റ്റ് ന്യൂമാൻ പ്രൊജക്ഷൻ ആണ്. അതിങ്ങനെയാണതാ,
നമ്മുടെ CH3 സിംഗിൾ ബോണ്ട് CH3 ഇതുണ്ടെന്ന് വിചാരിക്കുക. അല്ല ഫസ്റ്റ് കാർബണെ ഞാൻ ഡോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, സെക്കൻഡ് കാർബണെ ഞാൻ സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, ഡോട്ടും സർക്കിളും. അല്ല ഫസ്റ്റ് കാർബണിൽ 3 ഹൈഡ്രജൻ, എന്താണ് 3 ഹൈഡ്രജൻ. 3 ഹൈഡ്രജൻ ആകുമ്പോൾ ഇങ്ങനെ വരയ്ക്കും നമ്മൾ, 120 ഡിഗ്രിയിലാണ് 3 പേര് ഇരിക്കുന്നത്. അടുത്ത കാർബണിൽ 3 ഹൈഡ്രജൻ, അതും ഇങ്ങനെയാണ്, ഹൈഡ്രജൻ 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 ഹൈഡ്രജൻ. കണ്ടോ, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ നോക്കുന്നു, ഈ ഇത് CH3 ഇങ്ങനെ നോക്കുന്നു. ഫസ്റ്റ് ഇരിക്കുന്ന കാർബൺ ഡോട്ടായിട്ടും സെക്കൻഡ് ഇരിക്കുന്ന കാർബൺ സർക്കിളായിട്ടും. ആദ്യത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ, ബാക്കിലത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ. ഈ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ന്യൂമാൻ എന്ന് വിളിക്കുന്നത്. ആ ബാക്കിലിരിക്കുന്ന ഹൈഡ്രജൻ എങ്ങോട്ട് വേണമെങ്കിലും പോകണം, ഇങ്ങനെ ഇരിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, അതിനെ എക്ലിപ്സിലും സ്റ്റാഗേർഡ് എന്നൊക്കെ വിളിക്കും. ഒരേ കണക്ക് തന്നെ ബാക്കിൽ വന്നാൽ എക്ലിപ്സ്ഡ് എന്നും ഡിഫറൻ്റ് ആയിട്ട് വന്നാൽ സ്റ്റാഗേർഡ് എന്നും അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും ഒരേ കണക്ക് വന്നാൽ എക്ലിപ്സ്ഡ്, അതായത് ഫ്രണ്ടിലിരിക്കുന്ന കാർബണിൻ്റെ അതേ കണക്ക് തന്നെ ബാക്കിൽ വന്നാൽ എക്ലിപ്സ്ഡ് അല്ലെങ്കിൽ സ്റ്റാഗേർഡ്, ഡിഫറൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ. ഇതാണ് നമ്മളുടെ റെപ്രസെൻറ്റേഷൻസ്. അപ്പോൾ റെപ്രസെൻറ്റേഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മൾ കുറച്ച് റെപ്രസെൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോളിക്കുലർ ഫോമുല ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ കൂട്ടിയെടുത്ത് എഴുതുന്നതാണ് മോളിക്കുലർ ഫോമുല. കണ്ടൻസ്ഡ് ഫോമുലയുണ്ട്, ഡീറ്റെയിൽഡ് ഫോമുലയുണ്ട്, പിന്നെ അതേ കണക്ക് തന്നെ ഫിഷർ പ്രൊജക്ഷൻ ഉണ്ട്, ന്യൂമാൻ പ്രൊജക്ഷൻ ഉണ്ട് അല്ലേ. പിന്നെ നമ്മളുടെ 3D റൊട്ടേഷൻ ഉണ്ട്, ഇതെല്ലാം 3D നൊട്ടേഷൻ ഉണ്ട്, ഇതെല്ലാം അറിഞ്ഞു വെച്ചേക്കാം. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി, എക്സാമിന് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല. പിന്നെ ഈ ന്യൂമാൻ സാഹോഴ്സ് എന്തെങ്കിലും ചോദിക്കുന്നെങ്കിലേ ഉള്ളൂ. നെക്സ്റ്റ് പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിലോട്ടാണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമ്മൾ മെയിനായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഓപ്പൺ ചെയിൻ അല്ലെങ്കിൽ അസൈക്ലിക് കോമ്പൗണ്ട് എന്നും, രണ്ടാമത്തത് ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ടുകൾ. സോ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്ന, ഒന്ന് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളെന്നും രണ്ട് സൈക്ലിക് ചെയിൻ കോമ്പൗണ്ടുകളെന്നും. ആ സൈക്ലിക് ചെയിനെ നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അസൈക്ലിക് കോമ്പൗണ്ടുകളും സൈക്ലിക് കോമ്പൗണ്ടുകളും. അപ്പം ഓർഗാനിക് കോമ്പൗണ്ടുകളെ സ്ട്രക്ചറിൻ്റെ ബേസിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സൈക്ലിക് കോമ്പൗണ്ടുകളും നോൺ സൈക്ലിക് അല്ലെങ്കിൽ അസൈക്ലിക് കോമ്പൗണ്ടുകളും. അസൈക്ലിക് കോമ്പൗണ്ടിൻ്റെ വേറൊരു പേരാണ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകൾ. അപ്പോൾ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളും ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകൾ. ഈ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടിൻ്റെ വേറൊരു പേരാണ് സൈക്ലിക് കോമ്പൗണ്ടുകൾ. സോ ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ അസൈക്ലിക് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ നോൺ സൈക്ലിക് കോമ്പൗണ്ടുകൾ. രണ്ടാമത്തത് ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ടുകൾ. ഇനി എന്താണ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകൾ? ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളെ വിളിക്കുന്ന വേറൊരു പേരാണ് ആലിഫാറ്റിക് കോമ്പൗണ്ട്സ്. ഓപ്പൺ ചെയിനുകളെ വിളിക്കുന്ന വേറൊരു പേരാണ് ആലിഫാറ്റിക് കോമ്പൗണ്ട്സ്. കാർബൺ ആറ്റംസ് ജോയിൻഡ് ഇൻ സ്ട്രെയിറ്റ് ഓർ ബ്രാഞ്ച്ഡ് ചെയിൻ, നോ റിംഗ് സ്ട്രക്ചർ. കാർബൺ ആറ്റംസ് സ്ട്രെയിറ്റ് ചെയിനോ അല്ലെങ്കിൽ ബ്രാഞ്ചോ പോലെ ഫോം ചെയ്യുന്നു, പക്ഷെ റിങ് ഇല്ല, അടഞ്ഞിരിക്കത്തില്ല. കോമ്പൗണ്ടുകൾ തുറന്നു തന്നെ ഇരിക്കും. ആദ്യത്തെ തുടങ്ങുന്ന ആളും അവസാനിക്കുന്ന ആളും തമ്മിൽ ജോയിൻ ചെയ്യില്ല. തുടങ്ങുന്ന ആളും അവസാനിക്കുന്ന ആളും ജോയിൻ ചെയ്താൽ അത് സൈക്ലിക് കോമ്പൗണ്ട് ആയിപ്പോവും. തുടങ്ങുന്ന ആളും അവസാനിക്കുന്ന ആളും പരസ്പരം ജോയിൻ ചെയ്യാത്ത കോമ്പൗണ്ടുകളാണ് ആലിഫാറ്റിക് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ അസൈക്ലിക് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകൾ. അത് സ്ട്രെയിറ്റ് ചെയിൻ ആകാം, നേരെ ഇരിക്കാം, അല്ലെങ്കിൽ ബ്രാഞ്ച് ആവാം. എക്സാമ്പിൾ മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടെയിൻ, എത്തനോൾ, അസിറ്റിക് ആസിഡ്, ഇതെല്ലാം ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളാണ്. വലിയ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ആലിഫാറ്റിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കാറുണ്ട്. നേരെ ഇരിക്കുന്നതോ ബ്രാഞ്ചായിട്ട് വരുന്നതോ, തുടങ്ങുന്ന ആളും അവസാനിക്കുന്ന ആളും പരസ്പരം ബോണ്ട് ഫോം ചെയ്യില്ല. രണ്ടാമത്തത് ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകളാണ്. ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് കാർബൺ ആറ്റംസ് ജോയിൻഡ് ഇൻ എ റിംഗ് സ്ട്രക്ചർ. റിങ്ങിനകത്ത് കാർബൺ ആറ്റംസ് പരസ്പരം ജോയിൻ ചെയ്തേക്കുന്നു റിങ്ങിനകത്ത്. ആലിസൈക്ലിക് അല്ലെങ്കിൽ സൈക്ലോ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്നും വിളിക്കാറുണ്ട്. ആലിസൈക്ലിക് അല്ലെങ്കിൽ സൈക്ലോ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് അതിലൊരു ക്ലാസിഫിക്കേഷനാണ്. അതുകൂടാതെ വരുന്ന വേറൊരു ക്ലാസിഫിക്കേഷൻ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അതുകൂടാതെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സും ഉണ്ട്. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് നോർമലി വരുന്നത്. ഏതിൻ്റെ കേസിലാണ്? സൈക്ലിക് കോമ്പൗണ്ടുകളുടെ കേസിൽ. അതൊന്ന് ആലിസൈക്ലിക് ആണ്, രണ്ടാമത്തത് ആരോമാറ്റിക് ആണ്, മൂന്നാമത്തേത് ഹെട്രോസൈക്ലിക് ആണ്. അപ്പം ക്ലാസിഫിക്കേഷൻ നോക്കാം നമുക്ക്. ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകളെ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നാണ്. കാർബൺ റിങ്, നോ ബെൻസീൻ റിങ്.
ബെൻസീൻ റിങ് വരാത്ത കോമ്പൗണ്ടുകളാണ് ആലിസൈക്ലിക്. പ്രോപ്പർട്ടീസ് സിമിലർ ടു ദാറ്റ് ഓഫ് ആലിഫാറ്റിക് കോമ്പൗണ്ട്സ്. ആലിഫാറ്റിക് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടില്ലേ, അവരുടെ ഏകദേശം ഒരേ പ്രോപ്പർട്ടിയാണ്. എക്സാമ്പിൾ സൈക്ലോപ്രോപ്പൈൻ, ഈ റിങ് സൈക്ലോപ്രോപ്പൈൻ 3 കാർബൺ വരുന്ന റിങ്, ഇത് ബോണ്ട് ലൈൻ ഫോമുലയാണ്. സൈക്ലോബ്യൂട്ടൈൻ ഈ റിങ്, സൈക്ലോഹെക്സൈൻ ഇതിൻ്റെ ഉള്ളിൽ വട്ടം വന്നാലേ ബെൻസീൻ റിങ് ആവും, വട്ടമില്ലാത്ത കോമ്പൗണ്ടാണ്. ഇതാണ് ആലിസൈക്ലിക്. ബെൻസീൻ റിങ് വരാത്ത, തുടക്കവും അവസാനവും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തേക്കുന്ന കോമ്പൗണ്ടുകൾ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സൈക്ലിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. തുടക്കവും അവസാനവും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. യൂസ്ഡ് ഇൻ പെട്രോളിയം പ്രൊഡക്ട്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ്. രണ്ടാമതായിട്ട് ആരോമാറ്റിക് കോമ്പൗണ്ടുകളാണ്. ആരോമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ് വരുന്ന കോമ്പൗണ്ടുകളാണ്. ആരോമാറ്റിക് ഹക്കിൾസ് റൂൾ ഒബേ ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ്. കണ്ടെയ്ൻ ബെൻസീൻ റിങ് ഓർ സിമിലർ റിങ്, വെരി സ്റ്റേബിൾ ഡ്യൂ ടു റെസൊണൻസ് വെരി സ്റ്റേബിൾ ആണ്. ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലുണ്ട്, അതുകൊണ്ടാണ് ആരോമാറ്റിക്, ആരോമ സ്മെല്ലുണ്ട്. എക്സാമ്പിൾ ബെൻസീൻ, ടോളുവീൻ, നാഫ്തലീൻ, ഫീനോൾ, അനിലീൻ, ഇതെല്ലാം ബെൻസീൻ റിങ് വരുന്ന സൈക്ലിക് കോമ്പൗണ്ടുകളാണ്. ഇവർക്കെല്ലാം ഒരു സ്പെഷ്യൽ മണമുണ്ട്, അതുകൊണ്ടാണ് ആരോമാറ്റിക് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. ഹെട്രോസൈക്ലിക് എന്ന് പറയുമ്പോഴത്തേക്ക് റിങ്ങിനകത്ത് സൾഫറോ ഓക്സിജനോ നൈട്രജനോ തുടങ്ങിയ ആൾക്കാർ വരും. സൺ എന്ന് പഠിച്ചാൽ മതി. സൺ റിങ്ങിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് റിങ് കാർബൺ ആറ്റംസ് അല്ലേ റിങ്ങിനകത്ത് വരുന്ന, കാർബൺ ആറ്റം അല്ലാതെ സണ്ണിൽ ആരെങ്കിലും കൂടെ വന്നാൽ അത് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആവും. പിരിഡിൻ, നൈട്രജനിൻ റിങ്, അതായത് പിരിഡിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബെൻസീൻ ഇല്ലേ, ബെൻസീനകത്ത് എല്ലാ കാർബൺ ആറ്റംസ് ആണ്. ഇതാണ് ബെൻസീനകത്ത് എല്ലാം കാർബൺ ആറ്റംസ് ആണ്. ഇത് കാർബൺ ഇതെല്ലാം കാർബൺസ് ആണ്. അതിലൊരു കാർബൺ മാറി നൈട്രജൻ വരുന്നു, പിരിഡിൻ. ഫ്യൂറാൻ, ഓക്സിജൻ വരുന്നു. തയോഫിൻ, സൾഫർ വരുന്നു. പൈറോൾ, നൈട്രജൻ വരുന്നു. ഓക്കെ. ദെൻ ഇമ്പോർട്ടൻറ്റ്, മെനി ഡ്രഗ് മോളിക്യൂൾസ്, വൈറ്റമിൻസ്, DNA ബേസസ് ആർ ഹെട്രോസൈക്ലിക്. ഡ്രഗ്സ്, വൈറ്റമിൻസ്, DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഇല്ലേ, അതെല്ലാം ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടുകളാണ്. ഇതാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടുകൾ. സോ മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ സ്ട്രക്ചറിൻ്റെ ബേസിലാണ്. സ്ട്രക്ചറിൻ്റെ ബേസിൽ ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളാണ്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് ആലിഫാറ്റിക് കോമ്പൗണ്ടുകൾ എന്നാണ്, അല്ലെങ്കിൽ അസൈക്ലിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കും. സൈക്ലിക് അല്ലാത്ത കോമ്പൗണ്ടുകൾ ഇവിടെ നോർമലി ഫോം ചെയ്യുന്നത് നേരെയുള്ളതോ അല്ലെങ്കിൽ ബ്രാഞ്ച് വരുന്നവരോ ആണ്. ഇവരുടെ ആദ്യത്തെ കാർബണും അവസാനത്തെ കാർബണും പരസ്പരം ബോണ്ട് ഫോം ചെയ്യില്ല. അങ്ങനെ ബോണ്ട് ഫോം ചെയ്താൽ ഇവരെന്തായി പോവും? സൈക്ലിക് കോമ്പൗണ്ടുകളായി പോവും. രണ്ടാമത്തത് സൈക്ലിക് കോമ്പൗണ്ടുകളാണ്, അതായത് സൈക്കിൾ ഫോമിലിരിക്കുന്ന കോമ്പൗണ്ടുകൾ. അത് 3 ടൈപ്പ് ഉണ്ട്. ആലിസൈക്ലിക് ഉണ്ട്. ആലിസൈക്ലിക് എന്ന് പറയുമ്പോൾ ആലിഫാറ്റിക്കുമായിട്ട് ഏകദേശം സിമിലർ ആണ്. നേരെ ഇരിക്കുന്ന കോമ്പൗണ്ടുകൾ സൈക്ലിക് ആയെന്നേ ഉള്ളൂ. രണ്ടാമത്തത് ആരോമാറ്റിക് ആണ്. സ്പെഷ്യൽ മണമുള്ള കോമ്പൗണ്ടുകൾ, ഹക്കിൾസ് റൂൾ ഒബേ ചെയ്യുന്ന കോമ്പൗണ്ടുകൾ. ഏത് റൂളാണ്? ഹക്കിൾസ് റൂൾ ഒബേ ചെയ്യുന്നത്. കാരണം ഹക്കിൾസ് റൂളാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റൂള്. ആ റൂൾ ഒബേ ചെയ്യുന്ന കോമ്പൗണ്ടുകൾ, ഹക്കിൾസ് റൂൾ ഒബേ ചെയ്യുന്ന കോമ്പൗണ്ടുകൾ. നെക്സ്റ്റ് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിലോട്ടാണ്. അതായത് റിങ്ങിനകത്ത് കാർബൺ മാറി അതിന് പകരം സൺ വരുന്നു, SON, സൾഫറോ ഓക്സിജനോ നൈട്രജനോ. അതാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടുകൾ. ക്ലിയർ ആണ്? ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചറിൻ്റെ ബേസിൽ. ആ ക്ലാസിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ബേസിലാണ്. ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ഗ്രൂപ്പ്. Functional group, the atom or group of atom in organic molecules that is responsible for its characteristics and chemical reaction. അതായത് ഓർഗാനിക് കോമ്പൗണ്ടിൽ ചില ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇവർ ആ മോളിക്യൂളിൻ്റെ ഫങ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറും. നമ്മുടെ കയ്യിൽ ഒരു 6 കാർബണുള്ള ഒരാളുണ്ട്. അയാളിലോട്ട് A എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല B എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരും. കാരണം ആൾ സെയിം 6 കാർബണുള്ള ഒരാൾ, ഇവിടെ 6 കാർബണുള്ള ഒരാൾ, പക്ഷേ അയാളുടെ കൂടെ വരുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടി മാറും. അങ്ങനെ കൂടെ വരുന്നുള്ള ഗ്രൂപ്പുകളെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്, അവർ വരുന്നതിനനുസരിച്ച് പ്രോപ്പർട്ടി മാറിക്കൊണ്ടിരിക്കും.
Functional group, the atom or group of atom in an organic molecule that is responsible for its characteristics chemical reaction. ഒരു പ്രത്യേക കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. The rest of the molecules carbon chain is relatively unreactive. The functional group is reactive part. ബാക്കിയുള്ള ആറ് കാർബൺ ഇല്ല, അത് റിയാക്റ്റീവ് ആയിരിക്കത്തില്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും അതിൻ്റെ റിയാക്ഷൻ തീരുമാനിക്കുന്നത്, റിയാക്റ്റീവ് പാർട്ട്. ഇത്രയുമാണ് നമ്മളുടെ ഗ്രൂപ്പുകൾ. ഞാനത് കുറച്ചും കൂടി എളുപ്പത്തിലൊന്ന് പറയാം കേട്ടോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതായത് നമ്മൾ ആദ്യം പറയുന്നത് ഇയാളെ പറ്റിയാണ്, സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ്. ഇതിനകത്ത് തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ. സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ്. ഈ സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് കാർബണൈൽ ഗ്രൂപ്പ് എന്ന്. എന്തോ കാർബണൈൽ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് തന്നെ പല ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ തരുന്നുണ്ട്. അതായത് ഈ സി ഡബിൾ ബോണ്ട്, കാർബൺ വെച്ചിട്ട് 2 ബോണ്ടായി, ഇനി 2 ബോണ്ടുകളുണ്ട്. അപ്പം ആ സി ഡബിൾ ബോണ്ടോയിൽ ഒരു സൈഡ് ആയിരിക്കും, കാർബൺ ചെയിൻ ആയിരിക്കും, ഒരു സൈഡിൽ കാർബൺ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. ഒരു സൈഡ് എല്ലാവർക്കും കോമണാണ്. ഇവിടെ നമുക്കൊരു കാർബൺ ചെയിൻ കാണും, കാർബൺ ചെയിൻ. തൊട്ടടുത്ത സൈഡും ഹൈഡ്രജൻ ആണെങ്കിൽ, ഓക്കെ, സി ഡബിൾ ബോണ്ടോ, ഒരു സൈഡിൽ കാർബൺ, അതെല്ലാവർക്കും കോമൺ ആണ്. ഒരു സൈഡിൽ നമുക്ക് എന്താ, OH. ഓക്കെ, സി ഡബിൾ ബോണ്ടോ, ഒരു സൈഡിൽ കാർബൺ, സി ഡബിൾ ബോണ്ടോ, ഒരു സൈഡിൽ കാർബൺ, സി ഡബിൾ ബോണ്ടോ, ഒരു സൈഡിൽ കാർബൺ, സി ഡബിൾ ബോണ്ടോ, ഒരു സൈഡിൽ കാർബൺ. ഓക്കെ, അപ്പം ഒരു സൈഡിൽ കാർബണും അടുത്ത സൈഡിലും കാർബൺ ആണെങ്കിൽ, ഒരു സൈഡിൽ കാർബൺ അടുത്ത സൈഡിൽ ഹാലജൻസ് ആണെങ്കിൽ, ഒരു സൈഡിൽ കാർബൺ അടുത്ത സൈഡിൽ NH2 ആണെങ്കിൽ, ഒരു സൈഡിൽ കാർബൺ അടുത്ത സൈഡിൽ O കാർബൺ ആണെങ്കിൽ, കാർബൺ. ഇതെല്ലാം പല പല കോമ്പൗണ്ടുകളാണ്. ഇതിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഫങ്ഷണൽ ഗ്രൂപ്പ് CHO കണ്ടോ? ഇതിനെങ്ങനെ നമ്മുടെ COOH കണ്ടോ? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ കാർബണെ നമ്മൾ കൂട്ടിയിട്ടില്ല, ഇത്രയും മാത്രമേ എടുക്കത്തുള്ളൂ. കണ്ടോ, ഇത്രയും മാത്രമേ എടുക്കത്തുള്ളൂ. അതിനൊക്കെ അപ്പുറവും. സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് 2 സൈഡിലും കാർബൺ. ഇതിനിങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിനെ നമ്മൾ COX ഹാലജൻ, CONH2, മറ്റേത് COOR, കാർബൺ ചെയിനില്ലേ, ആറെന്ന് കൊടുക്കണം. കണ്ടോ, ഇതെല്ലാം പല പല ആൾക്കാരാണ്. ഇതാരെന്നറിയാമോ? CHO, ഇറ്റ് ഈസ് കോൾഡ് ആൽഡിഹൈഡ്. COOH, ഇറ്റ് ഈസ് കോൾഡ് കാർബോക്സിലിക് ആസിഡ്. ഇതിൻ്റെ ഫുൾ എഴുത്താണ് ഈ എഴുതിയേക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് കീറ്റോൺ. സി ഡബിൾ ബോണ്ട് 2 സൈഡിലും കാർബൺ വരുവാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് ആസിഡ് ഹാലൈഡ്. ഇവിടെ ഫ്ലൂറിൻ ആണെങ്കിൽ ആസിഡ് ഫ്ലൂറൈഡ്, ബ്രോമിൻ ആണെങ്കിൽ ആസിഡ് ബ്രോമൈഡ്, ക്ലോറിൻ ആണെങ്കിൽ ആസിഡ് ക്ലോറൈഡ്, അയഡിൻ ആണെങ്കിൽ ആസിഡ് അയഡൈഡ്. നോർമലി വരുന്നത് COCl ആണ്, ആസിഡ് ക്ലോറൈഡ്. ഇതാണ് നോർമലി ഫോം ചെയ്യുന്നത്, ആസിഡ് ക്ലോറൈഡ്. CONH2, it is called amide. COR, it is called ester. ഇതെല്ലാം ഈ ഒരൊറ്റ ആളിൽ നിന്ന് ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ്. അതിൻ്റെ ഒരു സൈഡിൽ കാർബൺ ചെയിൻ CH3 കാർബൺ ചെയിൻ, അടുത്ത സൈഡിൽ H വന്നാൽ ആൽഡിഹൈഡ്, അടുത്ത സൈഡിൽ OH വന്നാൽ കാർബോക്സിലിക് ആസിഡ്, അടുത്ത സൈഡിലും കാർബൺ ആണെങ്കിൽ കീറ്റോൺ, അടുത്ത സൈഡിൽ X ആണെങ്കിൽ ഹാലജൻ ആണെങ്കിൽ ആസിഡ് ക്ലോറൈഡ്, അടുത്ത സൈഡിൽ NH2 ആണെങ്കിൽ അമൈഡ്, OR ഗ്രൂപ്പ് ആണെങ്കിൽ എസ്റ്റർ. അതിനെ മാർക്ക് ചെയ്യാം. ബാക്കിയുള്ള കൂടെ പറയാം. പിന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള സിമ്പിളാടാ. OH വന്നാൽ നമ്മളതിനെ വിളിക്കുന്ന പേര് ഹൈഡ്രോക്സി എന്നാണ്. ഹൈഡ്രോക്സി. നമ്മുടെ ആൽക്കഹോളുകളില്ല, ആൽക്കഹോളിൽ വരുന്ന മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പാണ് OH. പിന്നെ ഹാലജൻസ് വരടാ, X, ഹാലജൻസ്, ഹാലോ ഗ്രൂപ്പ് എന്ന് പറയും, ഹാലജൻസ് വരാം. ഓക്കെ, നോക്കാം. പിന്നെ NH2 വരാം. NH2 നമ്മളതിനെ വിളിക്കുന്ന പേര് അമീൻ എന്നാണ്. അമീൻ. CONH2 അല്ല, NH2, വെറും NH2, അമീന നമ്മളതിനെ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൾക്കാരെയൊക്കെ നോക്കാം. ഇതാണ്ട OH, ഹൈഡ്രോക്സി എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ, ആൽക്കഹോൾ. കണ്ടോ, 6 OH ആണ് ജനറൽ ഫോർമുല. 6 OH. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്.
OH വരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. എപ്പോഴെങ്കിലും OH കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ആൽക്കഹോൾ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. OH വരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. സോ OH വരുന്ന ഒരു ആൽക്കഹോളാണ്. എക്സാമ്പിൾ കണ്ടോ, CH3OH. മെത്തനോൾ എന്ന് വിളിക്കും. വുഡ് സ്പിരിറ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. കോമൺ പേരാണ് കേട്ടോ, വുഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ മെത്തനോൾ. അതുകൊണ്ട് പഠിച്ചു വെച്ചോണം ചേർത്ത്. രണ്ടാമത്തെ CHO, അത് മനസ്സിലായല്ലോ. നമ്മളിതാ C+O സിംഗിൾ ബോണ്ട് H, ഇത് മാത്രം. ഇവിടെ കാർബൺ ചെയിനിലാണ്, കോമൺ ആണെന്ന് പറഞ്ഞു. ആൽഡിഹൈഡ് RCH ആണ് ജനറൽ ഫോർമുല. RCH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, CHO ആണ്. CHO കണ്ടോ. HCHO ഫോർമാൽഡിഹൈഡ്. ഫോർമാലിൻ മറ്റേ മീനിനകത്തൊക്കെ മുക്കിക്കാറില്ലേ, മീനൊക്കെ ചത്തുവാതിരിക്കാൻ, അല്ല മീൻസ് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോർമാലിൻ. ശവത്തിന് ഇട്ട് വെക്കുന്ന സാധനമാണ്, ശവം ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ മീനൊക്കെ ചീത്തയാവാതിരിക്കാനും ഫോർമാലിൻ മുക്കി വെക്കാറുണ്ട്, പക്ഷെ ദോഷമാണ് ഫോർമാലിൻ. നെക്സ്റ്റ് CO വരുമ്പോൾ കീറ്റോൺ ആണ്. കീറ്റോ ഗ്രൂപ്പ് നമ്മൾ അതിനെ വിളിക്കുന്നത് C+O എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാറുണ്ട് അല്ലേ. അതാണ്ട് CO. അസറ്റോൺ നെയിൽ പോളിഷ് റിമൂവർ. നമ്മുടെ നെയിൽ പോളിഷിലൊക്കെ തേക്കാൻ നേരത്തൊരു ഒരു വല്ലാത്തൊരു മണം വരത്തില്ല, അത് ഈ അസറ്റോൺ ആണ്. നെക്സ്റ്റ് COOH കാർബോക്സിലിക് ആസിഡ്. എങ്ങനെ എഴുതുന്ന, C+OH കാർബോക്സിലിക് ആസിഡ്. RCOOH CH3COH അസറ്റിക് ആസിഡ്. വിനാഗിരി ഇല്ലേ, വിനാഗിരി എഴുതുന്ന COOH ആണ് ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പ്. വിനിഗർ അല്ലെങ്കിൽ വിനാഗിരി അസറ്റിക് ആസിഡ്, ഫസ്റ്റ് മെമ്പർ. NH2 അമിനോ ഗ്രൂപ്പാണ്. NH2 RNH2 എന്ന് വിളിക്കാറുണ്ട്. മെത്തനം മീഥൈലമീൻ. ഹാലോ ഗ്രൂപ്പ്, ഹാലജൻസ് വരുന്നത്. നൈട്രോ ഗ്രൂപ്പ് NO2 വരുന്നത്. ദെൻ സയനൈഡ് അല്ലെങ്കിൽ നൈട്രൈൽ എന്ന് വിളിക്കാറുണ്ട്. SH തയോൾ എന്ന് വിളിക്കാറുണ്ട്. ഗ്രൂപ്പുകളാണ്. അതിനുശേഷം OR ഈതറാണ്, O വരും ഇടയ്ക്ക്. ദെൻ COOR എസ്റ്റർ ഗ്രൂപ്പാണ്. CONH2 അമൈഡാണ്. ദെൻ C+C ആൽക്കീനാണ്. C+C ആൽക്കൈനാണ്. കോമ്പൗണ്ടുകളാണ്. ഒന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കാം എല്ലാവരെയും കേട്ടോ. ഇത് നമ്മൾ എഴുതുന്നത് C+OR ആണ്. ഇത് എഴുതുന്നത് C+NH2 ആണ്. ഗ്രൂപ്പുകളാണ്, പല ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പുകളെ പറ്റിയൊരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ബേസിൽ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഹോമോലോഗസ് സീരീസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോമോലോഗസ് സീരീസ്. ഞാനൊന്ന് സിമ്പിൾ ചെയ്ത് പറഞ്ഞു തരാടാ. CH3 സിംഗിൾ ബോണ്ട് CH3, ഇത് നമ്മൾ വിളിക്കുന്ന പേര് ഈഥേൻ എന്നാണ്, ഈഥേൻ. നെക്സ്റ്റ് CH3 CH2 CH3, ഇതിനെ വിളിക്കുന്ന പേര് പ്രൊപ്പൈൻ എന്നാണ്, പ്രൊപ്പൈൻ. CH3 CH2 CH2 CH3, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്യൂട്ടൈൻ എന്നാണ്, ബ്യൂട്ടൈൻ. എന്താ വ്യത്യാസം? ഈഥേൻ വെച്ച് നോക്കുമ്പോൾ പ്രൊപ്പൈൻ്റെ കേസിൽ CH3 അവിടെ തന്നെയുണ്ട്. പിന്നെ എന്താ വ്യത്യാസം? ഒരു CH2 എക്സ്ട്രാ വന്നു. അടുത്ത മെമ്പർ ആകുമ്പോൾ CH3 അവിടെ തന്നെയുണ്ട്, 2 CH2 എക്സ്ട്രാ വന്നു. അപ്പോൾ അടുത്താകുമ്പോൾ 3 CH2 വരും. അപ്പോൾ CH2ൻ്റെ എണ്ണത്തിൽ ഇങ്ങനെ വ്യത്യാസം വരുന്ന സീരീസുകളെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. എ സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ദാറ്റ് ഹാവ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫർ ബൈ CH2 ഗ്രൂപ്പ്. കണ്ടോ, CH2 ഗ്രൂപ്പ് വഴി ഡിഫർ ചെയ്യുന്ന കോമ്പൗണ്ടുകൾ അവിടെയാണ്. കണ്ടോ, CH3 രണ്ടിടത്തും CH3 ആണ്, CH2 അതുവഴി ഡിഫർ ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. ദേ ഹാവ് സെയിം ജനറൽ ഫോർമുല, ഷോ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഷോ ഗ്രാജുവൽ ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എന്താണ് വ്യത്യാസം? ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പാണ് OH, CH3 ഗ്രൂപ്പും കോമണാണ്. എന്താ വ്യത്യാസം വന്ന്? CH2 ഇല്ല, ഒരു CH2, 2 CH2, അടുത്ത 3 CH2. അപ്പോൾ ഈ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നില്ലെങ്കിൽ CH2 ഡിഫറൻസ് വരാം. ഓക്കെ, CH2 എന്തായാലും ഡിഫറൻസ് വരണം. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കും, ഒരു കാർബൺ സെയിം. ഇവിടെ 2 കാർബൺ സെയിമാണ്. ഇത് ഹൈഡ്രോ കാർബൺസിൻ്റെ കേസിൽ ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കേസിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഫോമുല ഉണ്ടല്ലോ, അത് സെയിം ആയിരിക്കും. ജനറൽ ഫോമുല അവർക്ക് കോമൺ ആയിട്ട് ജനറൽ ഫോമുല എഴുതാൻ പറ്റും. അതുണ്ടെങ്കിൽ ഇതിനും കോമൺ ആയിട്ട് ഒരു ജനറൽ ഫോമുല എഴുതാൻ പറ്റും. അങ്ങനെയുള്ള സീരീസുകളെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള സീരീസിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയതുകൊണ്ട് തന്നെ എന്താ, ദേ ഹാവ് സെയിം ജനറൽ ഫോമുല, സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഷോ ഗ്രാജുവൽ ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മാത്രം വ്യത്യാസം വരും. കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആണ്, കാരണം കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിമാണ്. അതുകൊണ്ട് കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും, ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മാത്രം വ്യത്യാസം വരും.
അതർ ഹോമോലോഗസ് സീരീസ് ആൽക്കെയിൻ CnH2n ഹോമോലോഗസ് സീരീസ് ആണ്. ആൽക്കെയിൻ CnH2n -2 ഹോമോലോഗസ് സീരീസ് ആണ്. ആൽക്കഹോൾ CnH2n + 2OH ഹോമോലോഗസ് സീരീസ് ആണ്. കാർബോക്സിലിക് ആസിഡ് CnH2n + 1 COH ഹോമോലോഗസ് സീരീസ് ആണ്. ഇവരെല്ലാം CH2 വഴിയാണ് ഡിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളവരെ ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്.